അപ്പോൾ 100% സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന സ്കാംസ് എന്താണ്? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്രയേ ഉള്ളൂ. ഈ 100% സ്കോളർഷിപ്പ് ആക്ച്വലി ടോട്ടൽ കോസ്റ്റ് ആണോ കൊടുക്കുന്നത് എങ്കിൽ നല്ലതാണ്. ഫ്ലൈറ്റ് ട്രെയിനിങ് ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണ് അവർ സ്കോളർഷിപ്പ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എൻ്റെ അറിവനുസരിച്ച് അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. കാര്യം വെച്ചാൽ ഒരു കുട്ടിക്ക് ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് എല്ലാം കൂടെ ചിലവ് എങ്ങനെ പോലും ഒരു 45 to 55 lakhs വേണം. അപ്പോൾ അത്രയും എമൗണ്ട് സ്പോൺസർ ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ സ്പോൺസർഷിപ്പ് എന്താ കൊടുക്കുന്നത്, എന്തിനാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്? അത് ഗ്രൗണ്ട് സ്കൂളിനാണ്. എന്തിനാണ് കുട്ടികൾക്ക് ഗ്രൗണ്ട് സ്കൂളിലേക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്? ഇത് പ്യുവർലി മാർക്കറ്റിംഗ് ആണ്. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുതുതായിട്ട് വരുന്ന അക്കാഡമീസ് ആയിരുന്നാലും എക്സിസ്റ്റിംഗ് അക്കാഡമീസ് ആയിരുന്നാലും ഇവരൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ അറിയാലോ, നമ്മളൊരു അക്കാഡമിയിൽ പോകുമ്പോൾ ആദ്യം നോക്കുന്ന നിറച്ച് പിള്ളേരുണ്ടെന്ന്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് ഇത് മെയിനായിട്ട് ഫണ്ടിങ് അത്ര ഇല്ലാത്ത കുട്ടികളാണ് ഇവർ കൂടുതലും ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. പക്ഷേ ഈ കുട്ടികൾ അത്യാവശ്യം നല്ല ബ്രൈറ്റും ആയിരിക്കും. അപ്പോൾ അവർ ഈ സ്കോളർഷിപ്പ് കിട്ടി ഇവർ ഗ്രൗണ്ട് സ്കൂളിൽ കയറുന്നു. അപ്പോൾ അക്കാഡമി നിറച്ച് പിള്ളേർ കാണും. അപ്പോൾ ഈ പിള്ളേർ കാണുമ്പോൾ അത് യൂഷ്വലി അവർക്ക് മാർക്കറ്റിങ്ങിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സെക്കൻഡ്, ഈ കുട്ടികൾ കഷ്ടപ്പെട്ട് അവർ പഠിച്ച് DGC എക്സാംസ് ക്ലിയർ ആക്കുന്നു. ആ ഒരു മാർക്സും അക്കാഡമിക്ക് ഒരു പൊന്തൂലാരി കിട്ടും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഫ്ലൈയിങ്ങിനാണല്ലോ ആക്ച്വൽ കോസ്റ്റ്. അവിടെയാണല്ലോ എല്ലാ ആൾക്കാരും സ്റ്റക്ക് ആവുന്നത്. ഇപ്പോൾ ഫ്ലൈയിങ്ങിന് എമൗണ്ട് റോൾ ആവാതെ വരുന്ന സമയത്ത് ആ കുട്ടികൾക്ക് അടുത്ത സ്റ്റേജിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെയും ഇവർ ഡ്രോപ്പ് ഔട്ട് ആവുകയും ചെയ്യും. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ ട്രോമയാണ്. ഇതാരും അഡ്രസ്സ് ചെയ്യുന്നില്ല. കാര്യം ഒരു 2 വർഷം അവരുടെ +2 കഴിഞ്ഞ ഉള്ള ടൈം ഈ ഒരു കരിയറിന് വേണ്ടി അവർ സ്പെൻഡ് ചെയ്തു. അതുപോലെ അവർ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാംസിൽ കിട്ടുന്നു. അവരുടെ പാരൻസും റിലേറ്റീവ്സ് നാട്ടുകാർ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയുന്നു. അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. 2 years ഇവർ കഷ്ടപ്പെട്ടതിന് വേണ്ടി നിന്നതിന് ശേഷം ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ ഇവർ ഡ്രോപ്പ് ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടിക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ ട്രോമ അത് വളരെ വലുതാണ്. അപ്പം ഈ ഒരു സ്കോളർഷിപ്പ് സ്കാമിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സിൽ വരുന്നൊരു ഭാഗം ഇതാണ്.